പത്മകുമാർ, നാളെ മൂന്നിടത്തെ തർക്കമേ ഉള്ളൂ, വയനാട്, ആലപ്പുഴ, ആറ്റിങ്ങൽ. നാളത്തോടു കൂടി മുഴുവൻ പട്ടികയുമാവുകയാണ്. നിങ്ങളെ സംബന്ധിച്ച് എന്താണ് തീരുമാനം? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്ഥാനാർത്ഥി ലിസ്റ്റിനെ സംബന്ധിച്ച് ഏകദേശം ധാരണ ആയിട്ടുണ്ട്. നേരത്തെ നിരവധി തവണ ചർച്ച ചെയ്ത കാര്യമാണ്. കേരളത്തിലെ 3 സീനിയർ നേതാക്കന്മാർ 3 മേഖലയായി തിരിച്ച് എല്ലാ മണ്ഡലത്തിലും, എല്ലാ പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിലും വന്ന് പ്രവർത്തകരുടെ നേതാക്കന്മാരുടെ അഭിപ്രായം ചോദിച്ച് ഒരു റിപ്പോർട്ട് സ്റ്റേറ്റ് പ്രസിഡന്റ് കൊടുക്കുകയും അത് സംസ്ഥാന കോർ കമ്മിറ്റി ചർച്ച ചെയ്യുകയും ചെയ്ത് ആ ലിസ്റ്റാണ് ഇപ്പോൾ സംസ്ഥാന സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റിക്ക് പോയിരിക്കുന്നത്. 3 പേര് വീതം വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനെ സംബന്ധിച്ച് ഒരു തീരുമാനം ഇന്ന് തന്നെ ഉണ്ടാവും, അല്ലെങ്കിൽ നാളെ ഉണ്ടാവും എന്നുള്ളതാണ് കാര്യം. ഈ പറഞ്ഞതുപോലെ 400-ൽ കൂടുതൽ സീറ്റുകളുടെ കാര്യങ്ങൾ നോക്കണം. ആദ്യം തിരഞ്ഞെടുപ്പ് നടക്കുന്ന ഏപ്രിൽ 11 തിരഞ്ഞെടുപ്പ് നടക്കുന്ന ആ സ്ഥലങ്ങളുടെ സ്ഥാനാർത്ഥികളുടെ നിശ്ചയിക്കണം. അപ്പോൾ അതനുസരിച്ച് ആ പ്രയോറിറ്റി അനുസരിച്ചിട്ട് മിക്കവാറും ഇന്നോ നാളെയോ ലിസ്റ്റ് പുറത്തു വരും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം യാതൊരു തർക്കത്തിന്റെ പ്രശ്നവുമില്ല. പത്തനംതിട്ടയാണ് ഏറ്റവും വലിയ പ്രശ്നം. അതൊരു പ്രചരണത്തിന്റെ ഭാഗം മാത്രമാണ്. ഇപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ തർക്കമുണ്ട് എന്ന് പറഞ്ഞു, സംസ്ഥാന പ്രസിഡന്റ് മത്സരിക്കുന്നു, ജനറൽ സെക്രട്ടറി മത്സരിക്കുന്നു എന്നൊക്കെ പറഞ്ഞല്ലോ. അവിടെ 3 ലിസ്റ്റുണ്ട്, 3 പേരുടെ ലിസ്റ്റുണ്ട്. അതിലിപ്പോൾ സംസ്ഥാന പ്രസിഡന്റിന് മത്സരിക്കണമെന്ന് അദ്ദേഹത്തിന് ആഗ്രഹമുണ്ട് എങ്കിൽ പിന്നെ അതിനൊരു തടസ്സം ഉണ്ടാവാൻ സാധ്യതയില്ല. പേരുകൾ ഞാൻ പറയുന്നത് ശരിയല്ലല്ലോ. 3 പേരുടെ ലിസ്റ്റാണ് തയ്യാറാക്കി പോയിട്ടുള്ളത്. അതിൽ സംസ്ഥാന പ്രസിഡന്റുമുണ്ട്. സംസ്ഥാന പ്രസിഡന്റ് പേര് അവിടെ മാത്രമല്ല, ഈ അവിടെ ഉള്ള അവിടെ പേര് പറഞ്ഞിട്ടുള്ള 3 പേരും പല മണ്ഡലങ്ങളിലും ഉണ്ട്. അത് അവരുടെ അഭിപ്രായമല്ല, പ്രവർത്തകരുടെ അഭിപ്രായമാണ്, ഞങ്ങളുടെ പ്രാദേശിക തലത്തിലുള്ള നേതാക്കന്മാരുടെ അഭിപ്രായമാണ്. പ്രവർത്തകരുടെ മാത്രമല്ല ശ്രീ JR, പുറത്തേക്ക് വരുന്ന വിവരം ഈ ശ്രീധരൻപിള്ളയ്ക്ക് പത്തനംതിട്ട വേണം. ഇപ്പോൾ കണ്ണന്താനം, ഏറ്റവും ഒടുവിൽ കണ്ണന്താനത്തിനും വേണമെന്ന് പറഞ്ഞു. MT രമേശ് വേറെ എവിടെയാണെങ്കിലും പേര് കോഴിക്കോടേക്ക് നിങ്ങൾ ലിസ്റ്റ് കൊടുത്തതിൽ കോഴിക്കോടാണ്, അദ്ദേഹം ആഗ്രഹിക്കുന്നത് പത്തനംതിട്ടയാണ്. ഇപ്പോൾ ഏറ്റവും രാധാകൃഷ്ണ മേനോൻ, അദ്ദേഹത്തിന്റെ പേരും കേൾക്കും. PK കൃഷ്ണദാസ്, CK പത്മനാഭൻ, ഇവരാണ് ആ ലിസ്റ്റ് തയ്യാറാക്കിയത്. ഓരോരുത്തരും പ്രവർത്തകരുടെ അഭിപ്രായം ചോദിച്ചതിന് ശേഷം 3 പേരുടെ ലിസ്റ്റ് കൊടുത്തു. ഞാൻ പറഞ്ഞല്ലോ, സംസ്ഥാന പ്രസിഡന്റിന് എവിടെയെങ്കിലും ഒരിടത്ത് മത്സരിക്കണമെന്നുണ്ടെങ്കിൽ അതിനൊരു തർക്കമില്ല. അദ്ദേഹം നേരിട്ട് പാർട്ടി കോർ കമ്മിറ്റിയിൽ പറയുകയും അത് കോർ കമ്മിറ്റി അംഗീകരിക്കുകയും ചെയ്യും. അതിന് ഒരു തടസ്സമില്ല. അദ്ദേഹം അങ്ങനെ ആവശ്യം ഉന്നയിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ പേര് 1-ൽ കൂടുതൽ മണ്ഡലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അത് അദ്ദേഹം പറഞ്ഞിട്ടല്ല. അതേപോലെ ജനറൽ സെക്രട്ടറിമാരുടെ പേര് MT രമേശിന്റെ പേരായാലും, ശോഭാ സുരേന്ദ്രന്റെ പേരായാലും, AN രാധാകൃഷ്ണന്റെ പേരായാലും, എല്ലാവരുടെ പേരും, അവരുടെ MT രമേശിന്റെ പേര്, ഇവരെല്ലാവരുടെ പേരുകളും പല മണ്ഡലങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്ന് യുക്തമായ ഒരാളിനെ സെലക്ട് ചെയ്യുമെന്നുള്ളതിന് സംശയമില്ല. അത് തീരുമാനിക്കുക. അതിന് ഞങ്ങളുടെ ഇടയിൽ ഒരു തർക്കവും ഇല്ല. എൻ്റെ പേരും പറഞ്ഞിട്ടുണ്ട് മണ്ഡലങ്ങളിൽ. പക്ഷെ അതുകൊണ്ട് ഞാൻ സ്ഥാനാർത്ഥിയാകുമെന്ന് ഞാൻ പ്രചരിപ്പിക്കാൻ പറ്റും, അത് അഭിപ്രായ വ്യത്യാസമാണെന്ന് പറയാൻ പറ്റും. അങ്ങനെയല്ല, തീർച്ചയായിട്ടും ഇന്ന് അതിന്റെ ചർച്ച നടക്കുന്നുണ്ട്. ഒരുപക്ഷെ ഇന്ന് തന്നെ പ്രഖ്യാപിക്കും, അല്ലെങ്കിൽ നാളെ പ്രഖ്യാപിക്കും. ഇതിൽ ആകെ ഒരു പ്രശ്നം ഒരു പ്രശ്നം അല്ലെങ്കിൽ ഒരു താമസം വന്നിട്ടുള്ളത്, ഞങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്നത് BDJSന്റെ ചെയർമാൻ തൃശ്ശൂർ മത്സരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തിന് ആ സീറ്റ് നൽകുന്നുണ്ടെങ്കിൽ ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാൻ എളുപ്പമാവും. അദ്ദേഹം ഇനി മത്സരിക്കുന്നില്ല എന്നാണ് പറയണമെങ്കിൽ ഞങ്ങൾ നിശ്ചയിച്ച കാര്യങ്ങളനുസരിച്ച് ബാക്കി മുന്നോട്ട് പോകും. അപ്പോൾ അതുകൊണ്ടൊരു തർക്കമില്ല. BDJSന് ഒരു സീറ്റ് കൊടുക്കുമ്പോൾ അതിൽ ആരും മത്സരിക്കണമെന്ന് അവരാണ് നിശ്ചയിക്കേണ്ടത്. എങ്കിലും അദ്ദേഹത്തിന്റെ ചെയർമാൻ മത്സരിക്കുന്നുണ്ടെങ്കിൽ തൃശ്ശൂർ സീറ്റിനെ സംബന്ധിച്ച് കൺസിഡർ ചെയ്യുമായിരിക്കും. ഞാനത് കൺസിഡർ ചെയ്തു എന്നുള്ള കൺസിഡർ ചെയ്യുമായിരിക്കും. എന്തായാലും അദ്ദേഹത്തെ ഡൽഹിക്ക് വിളിപ്പിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്നോ നാളെയോ മോസ്റ്റ് പ്രോബബ്ലി ഇന്ന് തന്നെ ഒരുപക്ഷെ ഏകദേശം സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് വരും. ഒരു മണ്ഡല ക്ലാസിലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തർക്കമില്ല. പ്രവർത്തകരുടെ അഭിപ്രായങ്ങൾ അനുസരിച്ച് സെൻട്രൽ കമ്മിറ്റിയുടെ തീരുമാനം അനുസരിച്ച് ഇന്ന് തന്നെ അപ്പോൾ ഈ BJPയിൽ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് തർക്കമില്ല എന്ന് പറയുമ്പോൾ കോൺഗ്രസിലും സ്ഥാനാർത്ഥിത്വത്തിൽ തർക്കമില്ല എന്ന കാര്യം താങ്കൾ സമ്മതിക്കുന്നു എന്നുകൂടി പറയേണ്ടി വരും. അങ്ങനെയല്ല, കോൺഗ്രസ് ഞാൻ അങ്ങനെ അഭിപ്രായ വ്യത്യാസമില്ലെന്നോ CPMൽ അഭിപ്രായ വ്യത്യാസമില്ലെന്നോ ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. താങ്കൾ സ്മൃതി എന്നോട് ചോദിച്ചത് BJPയുടെ കാര്യം. കോൺഗ്രസിൽ ഇപ്പോൾ ഈ മൂന്ന് മണ്ഡലങ്ങളുടെ കാര്യം നാളെ പറയുള്ളൂ എന്ന് പറയുമ്പോൾ തർക്കത്തിലാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? സ്വാഭാവികമായിട്ടും 1-ൽ കൂടുതൽ കാൻഡിഡേറ്റ്സിന്റെ ലിസ്റ്റ് വരുമ്പോൾ പല ആസ്പെക്ട്സും ചർച്ച ചെയ്യേണ്ടി വരും. വിന്നബിൾ, ജയിക്കാനുള്ള സാധ്യത, ആ കാൻഡിഡേറ്റായി വരുന്ന ആളുകളുടെ അവരുടെ സ്വാധീനം, അതുപോലെ തന്നെ സംഘടനാപരമായ മറ്റ് കാര്യങ്ങൾ, ആ പല ഇക്വേഷൻസ് നോക്കി ജയിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനെ സംബന്ധിച്ച് പല ചർച്ചകളും വേണ്ടി വരും എന്നുള്ളത് എല്ലാ മുന്നണികളെ സംബന്ധിച്ചിടത്തോളം ഒരുപോലെയാണ്. പക്ഷേ ഇവിടെ ഞാൻ ഈ പറഞ്ഞത് ഈ 2 മുന്നണികളെ സംബന്ധിച്ചിടത്തോളം ആനന്ദലവട്ടം പറഞ്ഞിട്ടുണ്ട്, ഞാൻ കോൺഗ്രസിൻ്റെയും CPM BJPയുടെയും നയങ്ങളൊന്നാണ്
ഇവരെന്തിനാ തർക്കിക്കുക? ഈ നയങ്ങൾ വ്യത്യാസമാണെന്ന് പറയുന്ന കോൺഗ്രസുമായിട്ടാണ് എല്ലായിടത്തും അലയൻസിന് വേണ്ടി ശ്രമിക്കുന്നത്. അവരെ അധികാരത്തിലേറ്റുകയാണ് ഇവരുടെ പ്രത്യേക ദൗത്യം എന്ന് പറയുന്നത്. ആ ഒരു ഇഷ്യൂ കേരളത്തിൽ വളരെ പ്രധാനമാണ്. ഈ സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ ആയാലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിക്കുന്ന ഒരു നിലപാടാണ് അവർ എടുക്കുന്നത്. പക്ഷെ പുറത്ത് പറയുന്നത് ഇതല്ല, ഞങ്ങൾ കോൺഗ്രസിനെയും BJP യെയും പരാജയപ്പെടുത്തുക എന്നുള്ളതാണ്. ആ കാപട്യം ജനങ്ങൾ തിരിച്ചറിയും ഈ തെരഞ്ഞെടുപ്പ്.